ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൂഡി കാക്കി എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ബൂഡി കാക്കി എന്ന് പറയുന്നത് ഒരു ഷസ്തി അല്ലെങ്കിൽ ഒരു ബ്ലേബാണ്. അപ്പോൾ ഒരു ബ്ലേബ് എന്താണെന്ന് ആദ്യം ഈ ഒരു ഭാഗം കവർ ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ ബൂഡി കാക്കി, മൂൽ കഹാനി പ്രേംചന്ദ്, നിദേശക് ഗുൽസാർ. അപ്പം ഈ ബൂഡി കാക്കിയുടെ മൂൽ കഹാനി, മെയിൻ സ്റ്റോറി എഴുതിയിട്ടുള്ളത് പ്രേംചന്ദ് ആണ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഗുൽസാറാണ്. അപ്പം ഇത് ഒരു മൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലേബാണ്. आधुनिक हिंदी साहित्य के कालजयी कथाकार प्रेमचंद की एक मार्मिक कहानी है बूढ़ी काकी. അപ്പം ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ കാൽജയി കഥാകാർ എന്ന് വെച്ചാൽ കാലാതീതമായിട്ടുള്ള കഥകൾ രചിച്ചിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ കഥകൾക്ക് എന്നും ഒരു പ്രസക്തി ഉണ്ടായിരിക്കും. അത്തരം ഒരു കഥാകൃത്താണ് പ്രേംചന്ദ്. അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു മാർമി കഹാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബൂഡി കാക്കി എന്ന് പറയുന്നത്. മാനവീയ കരുണ की भावना से ओतप्रोत इस कहानी में बुढ़ापे की समस्या को प्रस्तुत किया गया है. അപ്പം മാനവീയ കരുണ, മാനവീയ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു കരുണയുടെ ഭാവന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കഹാനിയാണ്, ഒരു കഥയാണ് ഇത്. ജിസ്മേ ബുഢാപ്പെ കി സമസ്യ കോ പ്രസ്തുത് കിയാ ഗയാ ഹെ. അപ്പം ഈ ഒരു കഥയിൽ എന്താണ് കാണിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഢാപ്പയ്ക്ക് സമസ്യ, അതായത് വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് ഈ ഒരു കഥയിൽ കാണിക്കുന്നത്. वृद्धजनों की जायदाद संपत्ति लेने के बाद उनकी उपेक्षा करने वाले सामाजिक यथार्थ की ओर कहानी इशारा करती है. അപ്പം ഈ വൃദ്ധരായ ആളുകളുടെ ജായ്ദാദ് സമ്പത്തി, അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ എടുത്തതിന് ശേഷം ലേനേക്ക് ബാദ് ഉൻകി ഉപേക്ഷ കർണേ വാലെ, അവരെ ഉപേക്ഷിക്കുന്ന, അവരെ ശ്രദ്ധിക്കാത്ത സാമാജിക് യഥാർത്ഥ കി ഓർ, ഈ സമൂഹത്തിലൊരു യാഥാർത്ഥ്യത്തിന്റെ കി ഓർ എന്ന് വെച്ചാൽ അതിന്റെ നേരെയാണ്, ആ ഒരു ഡിറക്ഷനിലാണ് കഹാനി ഇഷാര കർത്തി ഹെ, ഈ ഒരു കഥ വിരൽ ചൂണ്ടുന്നത്. ഇഷാര കർണ എന്ന് വെച്ചാൽ അതാണ്. ബൂഡി കാക്കി കോ വിധുവ ഹുവെ 5 വർഷ ഹോ ചുക്കേ ഹെ. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു കാക്കി ഉണ്ട്. അപ്പൊ കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിലെ ചെറിയമ്മേനൊക്കെയാണ് കാക്കി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ത്രീ വിധവയായിട്ട് 5 വർഷമായി. ഉസ്കെ ജവാൻ ബേटे के भी अकाल में मृत्यु हुई. അതായത് ഈ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 5 വർഷമായി. അത് കൂടാണ്ട് ഈ സ്ത്രീക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മകനും പ്രായമാവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് മരിച്ചു പോവാണ് ഉണ്ടായത്. ഇസ് സംസാർ മേ ബൂഡി കോ അപ്നാ കഹനെ വാല കോയി നഹി ഹെ. അപ്പോൾ ഈ സംസാർ മേ എന്ന് വെച്ചാൽ, സംസാർ എന്ന് വെച്ചാൽ ലോകം എന്നാണ്. ഈ ഒരു ലോകത്ത് ഈ വൃദ്ധയായ ഈ ഒരു സ്ത്രീക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ആരും ഇല്ല. കാക്കി അപ്നി സാരി സമ്പത്തി ഭത്തീജെ കെ നാം കർവാക്കർ ഉസ്കെ സാത്ത് രഹത്തി थी. അപ്പോൾ ഈ കാക്കിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ എല്ലാ സമ്പത്തും തൻ്റെ ഭത്തീജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്റെ മകനാണ്. അപ്പൊ ഈ സഹോദരന്റെ മകന്റെ പേരിൽ തൻ്റെ സ്വത്തെല്ലാം എഴുതി വെച്ചിട്ട് ഉസ്കെ സാത്ത് രഹത്തി थी, ഈ അനന്തരവന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇൻസാൻ കെ ലാലച്ച് കി കോയി സീമ നഹി ഹോത്തി. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ലാലച്ച് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്ന് പറയാ. അപ്പം ഈ മനുഷ്യരുടെ അത്യാഗ്രഹത്തിന് ഒരു സീമയും ഇല്ല, ഒരു ബൗണ്ടറിയും ഇല്ല. ബുദ്ധിറാം और रूपा अपनी काकी के प्रति तब तक बहुत अच्छे रहते हैं जब तक कि वह उन्हें अपनी सारी संपत्ति उपहार में नहीं दे देती. അപ്പോൾ ഈ ബുദ്ധിറാമാണ് ഈ അനന്തരവൻ എന്ന് പറയുന്നത്. ഈ ബുദ്ധിറാമും അതുപോലെ തന്നെ രൂപ, ഇവർ രണ്ടുപേരും ഈ കാക്കീന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നു. ഏതുവരെ? ഈ കാക്കി സ്വത്ത് മൊത്തം അവരുടെ പേരിൽ എഴുതി വെക്കുന്നത് വരെ. ഉപഹാർ മേ നഹി ദേ ദേത്തി എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് വരെ അവർ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. വേ ലോഗ് ബാത് ബാത് പർ ബൂഡി കാക്കി കാ അപമാൻ और തിരസ്കാർ करते थे. അത് കിട്ടിയതിന് ശേഷമാണെങ്കിൽ ഇവരെ എപ്പോഴും ഈ ബൂഡി കാക്കീനെ അപമാനിക്കാനും തിരസ്കരിക്കാനൊക്കെ തുടങ്ങി. ബർപേട്ട് ഭോജൻ സേ ബി വ വഞ്ചിത് थी. ഒരു വയറ് നിറച്ച് ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു. ജോ റിശ്ते ढीली बुनियाद पर टिके होते हैं वे रिश्ते ही खत्म हो जाते हैं. അപ്പം ഏത് ബന്ധങ്ങളാണോ ढीली बुनियाद पर എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫേം അല്ലാത്ത ഒരു ഫൗണ്ടേഷനിൽ നിൽക്കുന്നത്, നല്ലൊരു അടിത്തറ ഇല്ലാത്ത ബന്ധങ്ങള്
പെട്ടെന്ന് തന്നെ നശിക്കും, പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നാണ് പറയുന്നത്. ബുനിയാദ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ, ഢീലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത എന്നൊക്കെ പറയാം. छोटी लड़की लाडली परिवार में एकमात्र ऐसी है जो उस गरीब आत्मा की देखभाल करती है. അപ്പോൾ ആ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് ഈ ഫാമിലിയിൽ ഈ ഒരു ബൂഡി കാക്കീനെ കുറച്ചെങ്കിലും നോക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത്. मुंशी प्रेमचंद की अविस्मरणीय कहानी पर गुलजार की संवेदनशील और मार्मिक लघु फिल्म. അപ്പം മുൻഷി പ്രേംചന്ദ് എഴുതിയ ഈ ഒരു അവിസ്മരണീയമായ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് ഗുൽസാർ സാഹബ് എടുത്ത ഒരു സംവേദനശീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ആയ ഒരു സെൻസിറ്റീവ് ആയ രീതിയിലുള്ള ഒരു മൂവിയാണ്, ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ബൂഡി കാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂഡി കാക്കി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ ഒരു ബ്ലർബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജിൽ ഈ ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലർബ് किसी पुस्तक, सिनेमा या अन्य सृजन कार्य के प्रचार के लिए लिखे जाने वाले प्रेरक सारांश है. അപ്പോൾ ബ്ലർബ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനെ കുറിച്ചോ ഒരു സിനിമയെ കുറിച്ചോ മറ്റ് എന്റർടൈൻമെന്റ് ഫീൽഡിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചോ എഴുതുന്ന सारांश എന്ന് വെച്ചാൽ ഒരു സമ്മറിയാണ്. ब्लर्ब में किताब या फिल्म से संबंधित महत्वपूर्ण बातों को ही शामिल किया जाता है. അപ്പോൾ ഈ ബ്ലർബ് എന്ന് പറയുന്ന ഈ ഒരു സമ്മറിയിൽ ഈ ബുക്കിനോ അല്ലെങ്കിൽ ഈ ഫിലിമിനോ സംബന്ധിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുക. महत्वपूर्ण എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുക. इसमें रचना और रचनाकार से संबंधित संक्षिप्त विवरण शामिल होगा. അപ്പോൾ ഇതിൽ ഈ ഒരു കൃതിനെ കുറിച്ചിട്ടും, കൃതി എന്ന് പറയുമ്പോൾ മൂവി ആവാം സ്റ്റോറി ആവാം, അപ്പം അതിനെക്കുറിച്ചും പിന്നെ അത് എഴുതിയിട്ടുള്ള അത് രചിച്ചിട്ടുള്ള ആളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും സംക്ഷിപ്തമായിട്ട്, അതായത് വളരെ ഷോർട്ടായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കിസി ലോക്പ്രിയ പാത്ര ഹോ തോ ഉസ്കാ ബി സിക്ർ കർണ അച്ഛാ ഹോഗ. ലോക്പ്രിയ എന്ന് വെച്ചാൽ ജനകീയമായിട്ടുള്ള, അപ്പം അത്തരം എന്തെങ്കിലും വിഷയങ്ങളോ ഏതെങ്കിലും കഥാപാത്രങ്ങളോ ഒക്കെ ഈ പറയുന്ന മൂവിയിലോ ബുക്കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ ബ്ലർബിൽ എഴുതുന്നതും നല്ലതായിരിക്കും. സാധാരണയിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാറുണ്ട്. സിക്ർ കർണ എന്ന് വെച്ചാൽ അതാണ്, സൂചിപ്പിക്കുക, മെൻഷൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ്. ബ്ലർബ് ആം तौर पर किताब या प्रचरण सामग्री के पिछले आवरण पुष्ट पर छपा जाता है. അപ്പോൾ ഈ ബ്ലർബ് എന്ന് പറയുന്നത് സാധാരണ ബുക്കിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് പ്രിന്റ് ചെയ്യുക. ബ്ലർബ് के छापने का मुख्य उद्देश्य रचना की तरफ पाठक या दर्शक को आकर्षित करना है. അപ്പം ഇങ്ങനെ ബ്ലർബ് പ്രിന്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ റീഡേഴ്സിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഈ പറയുന്ന സംഭവത്തിലേക്ക്, അത് ബുക്കായിക്കോട്ടെ മൂവി ആയിക്കോട്ടെ, അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. ब्लर्ब पढ़ते ही पाठक या दर्शक किताब पढ़ने या फिल्म देखने के लिए प्रेरित हो जाए. അപ്പോൾ ഇത് വായിക്കുമ്പം ആ റീഡേഴ്സ് ആയാലും അതുപോലെ തന്നെ വ്യൂവേഴ്സ് ആയാലും ഒന്നെങ്കിൽ ഈ ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഈ ഫിലിം കാണാനോ പ്രേരിപ്പിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്ലർബ് എഴുതുന്നത്. ഇസ് ദൃഷ്ടി സെ ദേഖാ ജായെ തോ ബ്ലർബ് സ്വയം ഹി ഏക് സൃജനാത്മക കാര്യ ഹെ. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലർബ് തന്നെ ഒരു സൃജനാത്മക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, സൃഷ്ടിപരമായിട്ടുള്ള എന്ന് പറയില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലർബ് എന്ന് പറയുന്നത് തന്നെ. ഇസ്കി ഭാഷ और प्रस्तुति की शैली अनोखी हो ताकि पढ़ते ही पाठक रचना के प्रति आकर्षित हो जाए. അപ്പം ഈ ബ്ലർബ് എഴുതുന്ന ഭാഷ, അത് പ്രസന്റ് ചെയ്യുന്ന രീതി, പ്രസ്തുതി എന്ന് പറഞ്ഞാൽ അതാണ്, അത് പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ അനോഖി ഹോ, അനോഖി എന്ന് വെച്ചാൽ യുണീക്ക് ആയിരിക്കണം. താക്കി പഠിത്തേ ഹി പാഠക് രചന കെ പ്രതി ആകർഷിത് ഹോ ജായ്. എന്നാലല്ലേ, ഡിഫറെൻ്റ് ആയിരുന്നാലേ, യുണീക്ക് ആയിരുന്നാലാണ് റീഡേഴ്സിന് ജസ്റ്റ് ആ ബ്ലർബ് വായിക്കുമ്പോൾ തന്നെ ഈ പെർട്ടിക്കുലർ പ്രൊജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വായിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ബുക്ക് തന്നെയാണെന്ന് ബ്ലർബ് വായിക്കുമ്പോൾ നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലർബിൻ്റെ ഒരു ലാംഗ്വേജ് എപ്പോഴും നമ്മൾ ബുക്സിൽ വായിച്ചു വന്നിട്ടുള്ള ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഏറ്റവും ആകർഷകമായ രീതിയിൽ അന്ന് ബുക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബുക്കിൽ എന്ത് തീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. എന്നാൽ സ്പോയിലേഴ്സ് പോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ അട്രാക്റ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതുന്ന ഒന്നാണ് ബ്ലർബ് എന്ന് പറയുന്നത്.
പിന്നെ ബ്ലർബ് എന്താന്ന് പറയുന്നത് കൂടാതെ തന്നെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലെ ഗോദാൻ എന്ന് പറയുന്ന ശ്രീ മുൻഷി പ്രേംചന്ദിന്റെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിന്റെ ബ്ലർബും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലർബിന്റെ സാരാംശം എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം കർഷകരും അവരെ ചൂഷണം ചെയ്യുന്ന സൊസൈറ്റിയിലെ ഉയർന്ന ആളുകൾ, ലാൻഡ് ലോർഡ്സ് ആയിരിക്കാം. അപ്പം ഈ പാവപ്പെട്ട കർഷകർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് എല്ലാ പ്രോഫിറ്റും ലാൻഡ് ലോർഡ്സ് ആണ് കൊണ്ടുപോകുന്നത്. അപ്പം അവരുടെ ലൈഫിൽ അവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ലാൻഡ് ലോർഡ്സ് ആണെങ്കിൽ ഒട്ടും തന്നെ മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ അവർ അത്രയും ചൂഷണം ചെയ്യുന്നുണ്ട് കർഷകരെ. അതാണ് മൊത്തത്തിൽ ആ ഒരു ബ്ലർബിന്റെ സാരാംശം എന്ന് പറയുന്നത്. പിന്നെ അത് നിങ്ങളെ സംബന്ധിച്ച് ഈ സിലബസിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നല്ലാത്തത് കൊണ്ട് അത് വായിച്ച് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. മൊത്തത്തിൽ സമറൈസ് ചെയ്ത് പറഞ്ഞതാണ് ഗോദാന്റെ കാര്യം. അപ്പോൾ അത് ഈ ഗോദാൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ് ശ്രീ മുൻഷി പ്രേംചന്ദിന്റെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ചോദിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബുക്കിന്റെയോ അല്ലെങ്കിൽ ഒരു മൂവീനെയോ ഒക്കെ കുറിച്ചിട്ടൊരു ബ്ലർബ് എഴുതാനാണ്. അപ്പം ബ്ലർബ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് പ്രിസൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ബ്ലർബ് എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുക, പക്ഷെ ഷോർട്ടായിട്ട് വെക്കുകയും വേണം. ഇപ്പം ഗോദാൻ എന്ന് പറയുന്നത് ഒരുപാട് പേജസ് ഉള്ള ഒരു നോവലാണ്, പക്ഷെ അതിന്റെ ബ്ലർബ് എന്ന് പറയുന്നത് ജസ്റ്റ് 2 പാരഗ്രാഫേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും മൂവിയുടെയോ ബുക്കിന്റെയോ ബ്ലർബ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് വേണം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.